നമസ്കാരം കുട്ടികളെ. എംഫേബ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സബി നൂർദീൻ. വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് LSTI സെക്രട്ടറി മെയിൻസ് പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പ് നടത്തണമോ എന്നുള്ളത്. അതിന് പ്രധാന കാരണം ഡിഗ്രി തല പ്രാഥമിക പരീക്ഷ 3 ഘട്ടമായി നടത്തി 3-ാം ഘട്ടത്തിന്റെ ഫൈനൽ കീ പുറത്തു വന്നപ്പോൾ 16 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ പ്രൊഫഷണൽ കീയിൽ ഉണ്ടായിരുന്ന 5ഓളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാറി വന്നതോടുകൂടി 60-ന് മേലെ ഉണ്ടായിരുന്ന പലരുടെ മാർക്ക് ഇന്ന് 52, 53 റേഞ്ചാണ്. 50-ന് മേലെ ഉണ്ടായിരുന്ന പലരുടെ മാർക്ക് ഇന്ന് 43, 46 റേഞ്ചിലാണ്. ഇത്തരത്തിൽ ഉണ്ടായ മാർക്ക് കുറവ് മൂലം അവരുടെ മുന്നോട്ടുള്ള തയ്യാറെടുപ്പിന് വലിയ ഒരു തടസ്സമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും, 60 ലക്ഷം രൂപ കൊടുത്താൽ പിന്നെ മരുമോന്റെ സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട് എങ്കിൽ PSC സിൻഡിക്കേറ്റ് മെമ്പർ ആകാമെന്നുള്ളതാണ് വാർത്തയിൽ നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ PSCയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മുന്നിൽ കാണിക്കെ PSCയുടെ പരീക്ഷ നോർമലൈസേഷൻ രീതിയിൽ യാതൊരുവിധ സുതാര്യതയും ഞാൻ കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിൽ ഒട്ടും വിശ്വസിക്കുന്നില്ല. എത്രത്തോളം നോർമലൈസേഷൻ കിട്ടി നമ്മുടെ പിള്ളേര് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റത്തില്ല. കാരണം നോർമലൈസേഷൻ അന്തിമമായിട്ട് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കറിയാം, നിങ്ങൾ പരീക്ഷകളൊക്കെ എഴുതി വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ ഇവിടെ സ്റ്റേജ് 3 പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണ്. ശരിയാകാം, അല്ലാതിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾ ഹൃദയത്തിലോട്ട് ഏറ്റുവയ്ക്കണമെന്നില്ല. എങ്കിൽ കൂടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇന്നുകൂടി ഒരുപാട് പേര് ഇത്തരത്തിൽ 3-ാം സ്റ്റേജ് പരീക്ഷ എഴുതിയ ആൾക്കാര് നിരന്തരം മെസ്സേജും വിളിക്കുകയും ചെയ്യാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിലവിൽ എത്ര മാർക്കുണ്ടോ, നിങ്ങൾക്ക് LSTI സെക്രട്ടറി ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിനായിട്ട് നിങ്ങൾ കാശ് മുടക്കി ഒരു ഓൺലൈൻ സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എത്ര കട്ട് ഓഫ് ഉണ്ട് അല്ലെങ്കിൽ എത്രയായിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരുന്നത്, കട്ട് ഓഫ് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞ് പഠിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ മുതിരണ്ട. നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടോ, നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയൊക്കെ മാർക്ക് മേടിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, മെയിൻസിന് നിങ്ങൾക്ക് തയ്യാറെടുപ്പ് നടത്താൻ നല്ല സമയമുണ്ട് അല്ലെ. നവംബർ ആ സമയത്തൊക്കെയാണ് എക്സാം നടക്കുന്നത് പോലും. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങുക. കട്ട് ഓഫ് പറഞ്ഞിട്ട് ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ ആ ഒരു കാശിന്റെയും കൂടി ഇത് മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് ആ ഒരു വേദന ചിലപ്പോൾ നാളൊരു കാലത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഔട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ആ കാശ് ഒരിടത്തു നിന്നും തിരിച്ചു കിട്ടത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമുക്ക് ഈ ഒരു നോർമലൈസേഷൻ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എങ്കിൽ കൂടിയിട്ടും ഇത്തരത്തിൽ 16 ചോദ്യങ്ങൾ ഒഴിവാക്കി കിട്ടിയതിലൂടെ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് 3-ാം സ്റ്റേജിലെ കുട്ടികൾക്ക് തന്നെയായിരിക്കും. അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ഓക്കെ, അവരാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. എന്നാൽ ഇതിന്റെ അന്തിമ ഗുണഫലം കിട്ടാൻ പോകുന്നത് അവർക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു നിഗമനത്തില് സ്റ്റേജ് 1, 2 പരീക്ഷകൾ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ഒരു 48, 50 റേഞ്ച് മാർക്കുള്ള നിലവിൽ ശ്രദ്ധിക്കണം, സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന കട്ട് ഓഫ് അല്ല, നിലവിൽ 48ഉം 50 റേഞ്ചിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയോ അത്രയും വേക്കൻസികൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, ശ്രദ്ധിക്കണം, 48, 50 എന്നുള്ള റേഞ്ച് പറയുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്രയെങ്കിലും വേക്കൻസി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കുറച്ച് പറയാമായിരുന്നു, കുറച്ച് പ്രതീക്ഷിക്കാമായിരുന്നു. അതുകൊണ്ട് 48, 50 റേഞ്ച് നിലവിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 48 മാർക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാം. ഈ 48 2 മാർക്ക് കൂടുകയും ചെയ്യാം, 2 മാർക്ക് കുറയുകയും ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റേജ് 3യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 44 മാർക്ക് റേഞ്ചിലുണ്ടോ, 43, 44 മാർക്ക് റേഞ്ചിലുണ്ടോ, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇതിൽ നിന്നും 2 മാർക്ക് കൂടാം, 2 മാർക്ക് കുറയാം, ഡിപ്പെൻസ് ആണ്.
അപ്പോ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ റേഞ്ചിലുള്ള ഉദ്യോഗാർത്ഥികൾ ദയവ് ചെയ്ത് LSJ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് പഠിക്കുക. ഈ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് essay എഴുതുന്നവർക്ക് essayയും എഴുതാം. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അല്ലാതെ മറ്റൊരാൾ വായിൽ നിന്ന് ഇത്ര ഒരു കട്ട് ഓഫേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനാണ് ഇരിക്കുന്നെങ്കിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് പോലും റീഫണ്ട് തരത്തില്ല. അതാണ് മറ്റൊരു സത്യം. അപ്പം ഈ ഇത്രയും മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യമായിട്ട് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക. സെൽഫ് സ്റ്റഡി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നിപ്പോ ഓൺലൈൻ ഡിജിറ്റൽ യുഗമാണ്. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് പഠിക്കണം വേണ്ട എന്നുള്ള ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മുന്നേറുക. അതുപോലെ തന്നെ നമ്മുടെ LSJ സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ കോഴ്സും എംഫേവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളവർക്കും ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് സേഫ് ആണോ നിങ്ങളെന്ന് ഉറപ്പാക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത്തരത്തിൽ പേപ്പർ 1ഉം 2ഉം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കോഴ്സ് ആയിരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിൽ റിവിഷൻ നടത്തി ഈ ഒരു ലിസ്റ്റിൽ എന്തായാലും UPSC പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ടാണ് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് കയറേണ്ടി വരേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള മത്സര ബുദ്ധിയോട് കൂടിയുള്ള പഠനത്തിനായിട്ട് റിവിഷൻ ഉൾപ്പെടെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ്, ലൈവ് ക്ലാസ്സുകൾ, ലൈവിന്റെ റെക്കോർഡിംഗ്, സോ ദാറ്റ് എനി ടൈം വാച്ചബിൾ ആണ്. നോട്ടുകൾ പൂർണ്ണമായിട്ടും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. മെന്റർഷിപ്പ്, ഗൈഡൻസ്, ഇതിനായിട്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ലാപ്ടോപ്പ് വഴിയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന 8891949239 നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കയറി വരട്ടെ. നന്ദി.